ലെറ്റൂസ് ടാരോ 1111ലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറണ്ട് സിറ്റുവേഷൻ എന്താണ്, അവരുടെ ആ ഒരു എനർജി എന്താണ്, നിങ്ങളിലേക്ക് എന്ത് ആക്ഷൻ ആണ് അവരെടുക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നിങ്ങളെ കുറിച്ച് അവർ ചിന്തിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജെൻഡർലെസ് റീഡിംഗ് ആണ്, മെയിലോ ഫീമെയിൽ ആർക്ക് വേണമെങ്കിലും കാണാവുന്നതാണ്. അതുപോലെ തന്നെ ടൈംലെസ് റീഡിംഗ് ആണ്. എപ്പോഴാണ് ഈ റീഡിംഗ് നിങ്ങളിലേക്ക് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആവുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. നമുക്കിവിടെ ആദ്യം തന്നെ ലഭിച്ചിരിക്കുന്നത് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു കാർഡ് തന്നെയാണ്, സൺ കാർഡാണ്. ഓക്കെ, അതായത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോ അല്ലെങ്കിൽ ഉടനെ തന്നെ ഉണ്ടാവും എന്ന് തന്നെയാണ് കാണുന്നത്. ഇപ്പോ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് അങ്ങനെ ഒരു കാര്യമൊന്നും നിലവിൽ നിങ്ങൾ അനുഭവിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുവരെ ഒന്നും മനസ്സിലായിട്ടില്ല എങ്കിൽ ഉടനെ തന്നെ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൽ വളരെ മനോഹരമായിട്ടുള്ള, അല്ലെങ്കിൽ അത്രയും നിങ്ങൾക്ക് സന്തോഷം, സമാധാനം, ഹാപ്പിനെസ് എല്ലാം തരുന്ന അത്രയും ഒരു വാംത്തായിട്ടുള്ള ഒരു എനർജി നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വരുന്നതായിരിക്കും. ചില വ്യക്തികൾക്കൊക്കെ അതിനെക്കുറിച്ചുള്ള ഒരു സൂചനയൊക്കെ ലഭിച്ചിട്ടുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ വളരെ നല്ലൊരു മാറ്റം, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ചേഞ്ച് ഈ റിലേഷൻഷിപ്പിൽ കൊണ്ടുവരണം എന്ന് ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു ഒരു സക്സസിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്. ഒരു സെലിബ്രേഷനിലേക്ക് പോകുന്നുണ്ട്, സക്സസിലേക്ക് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ചില വ്യക്തികൾക്കൊക്കെ ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു ഒരു റീബർത്ത് ആണ്. ഒരു പക്ഷെ നിങ്ങളുടെ നിലവിലുണ്ടായിരുന്ന ഈ റിലേഷൻഷിപ്പിലെ നെഗറ്റീവ് ആയിട്ടുള്ള സിറ്റുവേഷൻസ്, ആ ഒരു നെഗറ്റീവ് എനർജി എല്ലാം ഈ റിലേഷൻഷിപ്പിൽ നിന്ന് മാറി വളരെ പോസിറ്റീവായ ഒരു കാര്യം നിങ്ങളുടെ ഇടയിലേക്ക് നടക്കാൻ പോകുന്നത്. അതായത് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങള്, വഴക്കുകൾ, തർക്കങ്ങൾ ഇതെല്ലാം പരിഹരിച്ചുകൊണ്ട് വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലേക്ക് ഇത് ലീഡ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ചില വ്യക്തികൾക്കൊക്കെ ഇത് ഒരു ഒരു തികച്ചും ഒരു റീയൂണിയൻ പോലെ, അതായത് നിങ്ങളുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, അപ്പോ എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് പോകുന്നു, അല്ലെങ്കിൽ വരാൻ പോകുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. അതുപോലെ തന്നെ അതുപോലുള്ളൊരു ഒരു ഫേസിന്റെ തുടക്കമാണ്. ആ ഒരു തുടക്ക സ്റ്റേജിലാണ് നിങ്ങൾ നിൽക്കുന്നത്, ബിഗിനിങ് സ്റ്റേജിലാണ് നിങ്ങൾ നിൽക്കുന്നത്. ഒന്നുകിൽ തുടങ്ങിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അടുത്തു തന്നെ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ അങ്ങനെ ഒരു സ്റ്റേജ് വരാനായിട്ട് പോകുന്നു എന്നാണ് കാണുന്നത്. അത് വളരെ സ്റ്റേബിൾ ആണ്, വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സ്റ്റേജ് ആണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. അത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അത് നിങ്ങൾ അത്രയേറെ ആഗ്രഹിച്ചിട്ടുള്ള ഒരു സിറ്റുവേഷൻ തന്നെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ ഇവിടെ ചില വ്യക്തികൾ, അതായത് നിങ്ങളുടെ വ്യക്തിക്ക് ഒരു പക്ഷെ അവരുടെ പാഷൻ, അല്ലെങ്കിൽ അവരുടെ കരിയർ, ഫിനാൻസ്, അതും നിങ്ങളുടെ റിലേഷൻഷിപ്പും അത് തമ്മിൽ ഒരു ബാലൻസ് ഇല്ലാതെ ആയിട്ടുണ്ടായിരുന്നു പാസ്റ്റ് സിറ്റുവേഷൻ. അത് എങ്ങനെ ഒരു പക്ഷെ അവർക്ക് അത് എങ്ങനെ ബാലൻസ് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു, അല്ലെങ്കിൽ ചില വ്യക്തികൾ അത് ബാലൻസ് ചെയ്യാൻ അറിയാത്തത് കൊണ്ട് തന്നെ അവർ കൂടുതലായിട്ട് അവരുടെ പാഷനിലേക്ക് ഫോക്കസ് ചെയ്തിട്ടുള്ളതായിട്ടാണ് കാണാൻ കഴിയുന്നത്. അല്ലെങ്കിൽ അവരുടെ കരിയറിലേക്ക്, അല്ലെങ്കിൽ അവരുടെ എഡ്യൂക്കേഷനിലേക്കൊക്കെ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് അവർ പോയിട്ടുള്ള വ്യക്തികളാണ്. അപ്പൊ അങ്ങനെ ഉണ്ടായിരുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഓക്കെ, അപ്പം ഈ ഒരു വ്യക്തി ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് പ്രയോറിറ്റി തരാതെ മറ്റു ചില കാര്യങ്ങൾക്ക് പ്രയോറിറ്റി കൊടുത്ത് പോയിട്ടുള്ള ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് നമുക്ക് കാണാനായി കഴിയുന്നത്. ഓക്കെ, ഒരു യാത്ര ഇവിടെ നമുക്ക് കാണുന്നുണ്ട്, വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു യാത്ര കാണുന്നുണ്ട്. അതായത് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും ഒന്നിച്ച് യാത്ര ചെയ്യുന്നതായിരിക്കാം, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കാണാൻ വരുന്നതായിരിക്കാം. അങ്ങനെ എന്തു തന്നെയായാലും ഒരു യാത്ര നമ്മൾക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ വ്യക്തി വരുന്നുണ്ട്, അത് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ ആഗ്രഹിക്കുന്ന വ്യക്തികൾ, അതായത് ഒരു പുതിയ ബേബിയെ വേണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്കൊക്കെ അതിനുള്ള ഒരു അവസരം നിങ്ങൾക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ ഈ ഒരു റിലേഷൻഷിപ്പില് നിങ്ങൾ മാക്സിമം എഫേർട്ട് എല്ലാം ഇട്ട് കഴിഞ്ഞ് ഇനി അവിടെ ഒന്നും ചെയ്യാനില്ല, അതിന്റെ ഒരു റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ, അതായത് പരമാവധി നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ പ്രാർത്ഥിച്ച് ആ ഒരു മാനിഫെസ്റ്റേഷൻ പ്രോസസ് ഒക്കെ, നോ കോണ്ടാക്ട് റൂൾ ഒക്കെ അപ്ലൈ ചെയ്ത് ആ ഒരു മാനിഫെസ്റ്റേഷനൊക്കെ വളരെ ഭംഗിയായിട്ട് ചെയ്തുകൊണ്ട് ഈ ഒരു റിസൾട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തികൾക്ക് ഒരു ന്യൂ റൊമാൻറ്റിക്
ആയിട്ടുള്ള ഒരു ബിഗിനിങ് തന്നെയാണ് നിങ്ങളിലേക്ക് വരുന്നത് എന്നാണ് നമുക്ക് കാണുന്നത്. അപ്പൊ അതിനുള്ള ഒരു അവസരം നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നു. അതായത് ഒരു പുതിയ തുടക്കം, ഒരു പുതിയ തുടക്കം നിങ്ങളിലേക്ക് വരുന്നു. അതിനുള്ളൊരു ആ പുതിയ കാര്യങ്ങൾ തുടങ്ങാനായിട്ടുള്ള ഒരു അവസരം നിങ്ങളിലേക്ക് വരുന്നു. ചില വ്യക്തികൾക്കൊക്കെ നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് ഒരു മെസ്സേജ്, കോള്, അതിനെല്ലാമുള്ള സാധ്യത ഉണ്ട്. അത് വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു കോള് അല്ലെങ്കിൽ വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു മെസ്സേജ് ഒക്കെ ആയിരിക്കും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതിനൊക്കെയുള്ള ഒരു സാധ്യത നമ്മൾക്ക് ഇവിടെ കാണുന്നുണ്ട്. അത് വളരെ സർപ്രൈസ്ഡ് ആയിരിക്കും. നിങ്ങൾ അത്രയും പ്രതീക്ഷിക്കാതെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് അത് അത്രയധികം നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു അല്ലെങ്കിൽ ആശ്ചര്യപ്പെടുത്തുന്ന ഒരു സംഭവം തന്നെയായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിയെ കാണാനും യാത്ര ചെയ്യാനും ഒക്കെ ഉള്ള ഒരു സാഹചര്യം കാണുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സർപ്രൈസ് ലഭിക്കുന്നതായിട്ടൊക്കെ നമുക്ക്, അത് ഗിഫ്റ്റ് ലഭിക്കുന്നതായിട്ടൊക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ന്യൂ ലവിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികൾ, ഒരു ഫേസ് കഴിഞ്ഞ് ന്യൂ ലവിന് വേണ്ടി ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിലും തീർച്ചയായിട്ടും വളരെ വളരെ നിങ്ങൾ ആഗ്രഹിക്കുന്ന, നിങ്ങൾ ഡ്രീം ചെയ്തിട്ടുള്ള രീതിയിലുള്ള ഒരു വ്യക്തി തന്നെയാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. ഫസ്റ്റ് റിലേഷൻഷിപ്പ് ആണെങ്കിലും നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് പെരുമാറുന്നു. നിങ്ങൾ ആഗ്രഹിച്ച പോലുള്ള ഒരു ടൈം അവർ നിങ്ങൾക്ക് തരുന്നതൊക്കെ ആയിട്ടാണ് കാണാൻ കഴിയുന്നത്. എന്ത് തന്നെ ആയാലും ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ഗ്രോത്ത് ഉണ്ടാവുന്നു. പുതിയതാണെങ്കിലും ഒരു പാസ്റ്റ് റിലേഷൻഷിപ്പ് ആണെങ്കിലും എല്ലാം ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ഈ റിലേഷൻഷിപ്പിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ വ്യക്തി വളരെയധികം ഫിനാൻഷ്യൽ സ്ട്രഗിളിലൂടെ പോയിക്കൊണ്ടിരുന്ന ഒരു വ്യക്തി ആയിരുന്നു എങ്കിൽ ഇപ്പോൾ ആ വ്യക്തിയുടെ കാര്യങ്ങളൊക്കെ കുറെ അധികം മെച്ചപ്പെട്ടിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. ആ ഒരു സ്ട്രഗിളിൽ നിന്ന് അവര് മെച്ചപ്പെട്ട് വന്നിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ജോലി നഷ്ടപ്പെട്ടിട്ടുള്ള വ്യക്തികളാണെങ്കിൽ ഇപ്പൊ അവർക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഒരു ജോലിയിലേക്ക് അവർ എത്തപ്പെട്ടിട്ടുണ്ടായിരിക്കാം. അങ്ങനെ ഒരു നഷ്ടം അവരുടെ ലൈഫിൽ അവരെ വളരെ വളരെയധികം അവർക്ക് ഡിപ്രസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്രയധികം അവരെ തകർത്തിട്ടുള്ള എന്തെങ്കിലും രീതിയിലുള്ള ഒരു നഷ്ടം അവർക്ക് വന്നിട്ടുണ്ടായിരുന്നുവെങ്കിൽ ആ ഒരു കാര്യമെല്ലാം ഇംപ്രൂവ് ആയിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇംപ്രൂവ് ആവുക എന്ന് പറയുമ്പോൾ തന്നെ വളരെ നല്ല രീതി, വളരെ മെച്ചപ്പെട്ട രീതിയിൽ ഒരു എങ്ങനെയെങ്കിലും ഒരു മെച്ചപ്പെട്ടു, എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് ശരിയായി എന്നുള്ളതല്ല, വളരെ നന്നായിട്ട് തന്നെ ആ ഒരു സിറ്റുവേഷൻ മുന്നോട്ട് വന്നിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലായാലും നിങ്ങൾക്കൊരു ഇമോഷണൽ സ്റ്റെബിലിറ്റി ലഭിക്കാനായിട്ട് പോകുന്നുണ്ട്. ഓക്കെ, ഒരു ആഗ്രഹം, അതായത് നിങ്ങൾ അത്രയധികം സ്വപ്നം കണ്ടിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്, നിങ്ങളുടെ വിഷ് ഫുൾഫിൽമെന്റ് ആണ് ഉണ്ടാവാനായിട്ട് പോകുന്നത്. വളരെയധികം സാറ്റിസ്ഫാക്ഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നു. അതുപോലെ തന്നെ ഈ വ്യക്തിക്കാണെങ്കിലും അവരുടെ ആ ഒരു സിറ്റുവേഷൻ, അവരുടെ അത്രയും വിഷമകരമായ ഒരു സിറ്റുവേഷനിൽ നിന്ന് അവര് പുറത്തേക്ക് വന്ന് അവര് ഇപ്പോ കുറച്ച് കൂടെ ഫിനാൻഷ്യൽ എല്ലാം ബെറ്റർ ആയി മാറിയിട്ടുള്ളതായിട്ടും സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ സോൾവ് ആകുമ്പോൾ തന്നെ ഒരു ഇമോഷണലി അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. സാമ്പത്തിക പ്രശ്നങ്ങൾ ധാരാളം അലട്ടുന്ന ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും റിലേഷൻഷിപ്പിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് കഴിയില്ല. ആ സാമ്പത്തിക പ്രശ്നങ്ങൾ അതിൽ നിന്ന് റിക്കവർ ചെയ്തത് കൊണ്ട് തന്നെ ഇമോഷണലി കൂടി അവർ കുറച്ച് ബെറ്റർ ആയിട്ട്, അല്ലെങ്കിൽ ഒരു റൊമാൻറ്റിക് ഫീലിംഗ് അല്ലെങ്കിൽ ഒരു അത്തരത്തിലുള്ള ഒരു ലവ്, അങ്ങനെയുള്ള ഒരു ഇമോഷൻസ് ഒക്കെ അവരിലേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ ചില വ്യക്തികൾക്കൊക്കെ അവരുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന തേർഡ് പാർട്ടി സിറ്റുവേഷൻ, അതിപ്പോ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഫിനാൻഷ്യൽ സിറ്റുവേഷൻ അവരുടെ ബെറ്റർ ആയിട്ടുണ്ട്. അപ്പോൾ അതായിരുന്നു തേർഡ് പാർട്ടി എങ്കിൽ ആ ഒരു സിറ്റുവേഷൻ ഇംപ്രൂവ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ വ്യക്തികളായിരുന്നു അവരുടെ തേർഡ് പാർട്ടി ആയിട്ട്, ഫാമിലിയോ ഫ്രണ്ട്സോ അങ്ങനെയുള്ള വ്യക്തികളൊക്കെ ആയിരുന്നു അവരുടെ തേർഡ് പാർട്ടി ആയിട്ട് വന്നിട്ടുള്ളതെങ്കിൽ ആ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇപ്പോൾ അവസാനിച്ചതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതായത് അങ്ങനെ അവരെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ബാധിച്ചുകൊണ്ടിരുന്ന തേർഡ് പാർട്ടിയിൽ നിന്ന് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ സ്വതന്ത്രനായിട്ടുള്ളതാണ് കാണാനായിട്ട് നമുക്ക് കഴിയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തിക്ക് അനാവശ്യമായിട്ടുള്ള ചില കൂട്ടുകെട്ടുകളാണ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളിൽ നിന്നെല്ലാം അവർ പുറത്തു വന്നിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ പുറത്തു വന്ന് അവർ വരുന്നത് നിങ്ങളിലേക്ക് ഫോക്കസ്ഡ് ആയിട്ട്, നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് ഫോക്കസ്ഡ് ആയിട്ട് ആ വ്യക്തി വന്നുകൊണ്ടിരിക്കുന്നു. ഒരു ആക്ഷൻ
എടുക്കാൻ തയ്യാറായിട്ടാണ് ആ വ്യക്തി തയ്യാറായി നിൽക്കുന്നു എന്നല്ല, വന്നുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് പറയാനായിട്ട് കഴിയുന്നത്. അത്രയും വിൽ പവറോടുകൂടി, അത്രയും ഡിറ്റർമിൻഡ് ആയിട്ട് അവര് നിങ്ങളിലേക്ക് വരുന്നു. മറ്റു യാതൊരു കാര്യങ്ങളും അവർ ബോധർ ചെയ്യുന്നില്ല. അത്ര ധൈര്യത്തോടെ, അതായത് ഇപ്പൊ അവരുടെ സിറ്റുവേഷൻ, ഫാമിലി, ഫ്രണ്ട്സ്, അങ്ങനെയുള്ള മറ്റ് സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ അതിനൊന്നും അവര് ബോധർ ചെയ്യാതെ നിങ്ങളിലേക്ക് ഫോക്കസ്ഡ് ആയിട്ട് അവർ വരുന്നുണ്ട്. കാരണം നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു സോൾമേറ്റ് കണക്ഷൻ ആണ് എന്ന് അവർ തീർച്ചയായിട്ടും മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് യൂണിവേഴ്സ് പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ്. നിങ്ങളോട് അത്രയധികം അട്രാക്ഷൻ, ഒരു പാഷൻ, ലവ് എല്ലാം അവർക്ക് നിങ്ങളോട് തോന്നുന്നുണ്ട്. അത്രയധികം നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്ട്രെങ്ത് ആയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് കാണുന്നത്. അപ്പൊ നമുക്ക് തുടക്കത്തിൽ വന്നതും അവസാനം വന്നിട്ടുള്ളതും സെയിം കാർഡുകളാണ്, ഒരേ എനർജി വരുന്ന കാർഡുകളാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് കൂടുതൽ സ്ട്രെങ്തൻഡ് ആയിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ വ്യക്തിക്ക് ഈ റിലേഷൻഷിപ്പിൽ ഒരു ആക്ഷൻ എടുക്കാനുള്ള ഒരു കറേജ് നിങ്ങളുടെ വ്യക്തിക്ക് ലഭിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളോട് അത്രയധികം അവർക്ക് പാഷൻ ഉണ്ട്. അതുപോലെ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രെങ്ത് അവര് ഉണ്ടാക്കി എടുത്തുകൊണ്ടിരിക്കുന്നു. നിങ്ങളിലേക്ക് അത്രയധികം അവര് ഫോക്കസ്ഡ് ആണ്. അതുപോലെ തന്നെ നിങ്ങൾ തമ്മിലുള്ള ഒരു മ്യൂച്വൽ അട്രാക്ഷൻ, മ്യൂച്വൽ ലവ്, അതുപോലെ തന്നെ മ്യൂച്വൽ റെസ്പെക്ട്, ഇത് എല്ലാം തന്നെ ഇംപ്രൂവ് ആയിക്കൊണ്ടിരിക്കുന്നു, സ്ട്രെങ്തൻഡ് ആയിക്കൊണ്ടിരിക്കുന്നു. അതിന് നിങ്ങളായിട്ടൊന്നും ചെയ്തില്ലെങ്കിൽ പോലും യൂണിവേഴ്സ് ആയിട്ട് ആ കാര്യങ്ങൾ അതിൻ്റെതായ രീതിയിൽ നടക്കാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സ് ഇവിടെ ഇടപെടുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും ഇവിടെ ന്യൂ ലവ് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് അതും നമുക്ക് കാണുന്നുണ്ട്. അതുപോലെ ലവേഴ്സ് കാർഡ് ഉണ്ട്, റീയൂണിയന്റെ കാർഡും കൂടിയാണ്. ഓക്കെ, അപ്പോൾ റീയൂണിയൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് അത്തരത്തിലൊരു റീയൂണിയൻ ഉണ്ടാവുകയും അവരുടെ പാസ്റ്റ് സിറ്റുവേഷനിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വളരെ ഡീപ്പ് ആയിട്ടുള്ള ഒരു ലവ് നിങ്ങളുടെ ഇടയിൽ ഉണ്ടാവുന്നതായിട്ടും അതിനുള്ള അവസരം എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ടും ചില വ്യക്തികൾക്ക് അതിന്റെ ഒരു തുടക്കം ഇപ്പോൾ കാണാൻ കഴിയുന്നതായിട്ടും തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലെ പോസിറ്റീവ് ആയിട്ടുള്ള എനർജി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ അട്രാക്ട് ചെയ്യുക. നമുക്ക് ഇനി കുറച്ച് ക്ലൂസ് കൂടെ നോക്കാം. നമ്പർ 9 അശ്വതി നക്ഷത്രം, ലെറ്റർ ഡി ആലപ്പുഴ ഡിസ്ട്രിക്ട്, പത്തനംതിട്ട ഡിസ്ട്രിക്ട്, ലെറ്റർ എൽ, ലെറ്റർ എഫ്, നമ്പർ 3 ഉത്രാടം നക്ഷത്രം, നമ്പർ 29 ഡിസംബർ മന്ത്, ലെറ്റർ ടി ഉത്രം നക്ഷത്രം, കാസർഗോഡ് ഡിസ്ട്രിക്ട്, പൂരം നക്ഷത്രം, കോഴിക്കോട് ഡിസ്ട്രിക്ട്, ജൂലൈ മന്ത്, നമ്പർ 20. ഇത്രയാണ് നമുക്ക് ക്ലൂസ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സന്റെ എനർജി ആണോ എന്നുള്ളത് നിങ്ങൾ ഇത് നോക്കുക. ഇതിലെ പോസിറ്റീവ് ആയിട്ടുള്ള എനർജി നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യുക, ക്ലെയിം ചെയ്യുക. ഓക്കെ, അടുത്ത റീഡിംഗ് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയി ഇരിക്കുക.